നമസ്കാരം, ഡോക്ടർ സൗമ്യസേനാണ്. ആളുകൾക്ക് ലൈവ് കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഹായ് അയക്കണേ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ലൈവിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ ആക്ച്വലി നമ്മൾ ഒന്ന് രണ്ട് ടോക്കുകൾ ഓൾറെഡി ചെയ്തതാണ്. എങ്കിൽ പോലും ആ ഒരു വസ്തുതയുടെ അല്ലെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻ നമ്മൾ എല്ലാവരും വായിച്ചിട്ടുണ്ട്. തലച്ചോർ തിന്നുന്ന അമീബ, നീഗ്ലേറിയ ഫൗലേറി എന്ന് പറയുന്ന തലച്ചോർ തിന്നുന്ന ഒരു അമീബ ബാധിച്ച തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധ മൂലം ഒന്ന് രണ്ട് കുട്ടികൾ മരണപ്പെട്ട വാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ടായി. പക്ഷേ അങ്ങനെയുള്ള മരണങ്ങൾ കൂടുകയാണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ മരണ ശതമാനം അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 100%. കാരണം നമ്മൾ എന്ത് ചികിത്സ കൊടുത്താലും അത് ഫലിക്കാത്ത രീതിയിലുള്ള ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു രോഗമാണിത്. അപ്പോ ഞാൻ ഒരിക്കൽ കൂടി വേനൽക്കാലമാണ്, ഇപ്പൊ മഴക്കാലമാണ്. അപ്പോ പലരും ഇപ്പോഴും ഈ കുളങ്ങളിലും സ്വിമ്മിംഗ് പൂളുകളിലും ഒക്കെ പോയി കുളിക്കുന്ന ഒരു രീതി ഇപ്പൊ എല്ലാം പറയുന്നത് ഇപ്പൊ ഈ മരണപ്പെട്ട എല്ലാവർക്കും ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അവര് കുളത്ത് പോയി കുളിച്ചു അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ പോയി കുറെ നേരം ചെലവഴിച്ചു. ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള അഴുക്ക് പിടിച്ച വെള്ളത്തിലാണ് ഇത്തരത്തിലുള്ള അമീബ വളരുക, അപ്പോ ചെളിവെള്ളത്തിലാണ്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല, നല്ല ക്ലീൻ വാട്ടർ ആണെങ്കിൽ കുഴപ്പമില്ല എന്നൊരു ചിന്ത ഉണ്ട്. അങ്ങനെയല്ല, ഇത് ശുദ്ധജലത്തിൽ വളരുന്ന ഒരു അമീബയാണ്. ഒരു ഏക കോശ ജീവിയാണ്, ഒറ്റ കോശമുള്ള ഒരു ജീവിയാണ് ഈ നീഗ്ലേറിയ ഫൗലേറി അല്ലെങ്കിൽ അക്കാന്തമീബ. പല 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 ടൈപ്പ് ഉണ്ട്. പക്ഷെ ഏറ്റവും ഭീകരം എന്ന് പറയുന്നത് നീഗ്ലേറിയ ഫൗലേറി എന്നുള്ളതാണ്. അപ്പോ ഇത് ഒരു ഏകകോശ ജീവിയാണ്. പക്ഷെ ഇത് ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മരണം ഏകദേശം സുനിശ്ചിതമാണ്. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ചെളിവെള്ളത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടാമിനേറ്റഡ് വാട്ടറിൽ മാത്രം കാണുന്നതല്ല. ഇത് ശുദ്ധജലത്തിൽ കാണുന്ന കെട്ടി നിൽക്കുന്ന ശുദ്ധജലം. അതായത് ഇപ്പോ പുഴയിലൊന്നുമല്ല നോർമലി, അത് ഒഴുകി പോകുന്നതാണല്ലോ. കെട്ടി നിൽക്കുന്ന ശുദ്ധജലത്തിലാണ് സാധാരണ ഇത് കാണുന്നത്. അതായത് ഇപ്പൊ ഒരു ചിറയിലൊക്കെ നമ്മൾ കെട്ടി നിർത്താറില്ലേ, ചിറ കെട്ടി നിർത്തുക, അല്ലെങ്കിൽ കുളത്തില് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളില്. ഇപ്പൊ സ്വിമ്മിംഗ് പൂളിലൊക്കെ നമ്മൾ എത്ര ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമാണ് എന്ന് പറഞ്ഞാലും അതിലും ചിലപ്പോൾ കാണാനുള്ള സാധ്യതയുണ്ട്. സോ ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള വാട്ടർ ബോഡികളിൽ കുളിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഒഴിവാക്കണം. കാരണം ഈ പറയുന്ന അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് എന്ന് പറയുന്ന രോഗം ബാധിച്ചിട്ടുള്ള മരണങ്ങൾ കൂടി വരുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വീണ്ടും അതേ ടോപ്പിക് തന്നെ എടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് ഒരിക്കൽ കൂടി വരുന്നത്. അപ്പോ വീട്ടിലെ കിണറ്റിലൊക്കെ കുളിച്ചാൽ മതി, അല്ലെങ്കിൽ വീട്ടിലെ വെള്ളത്തിലൊക്കെ കുളിച്ചാൽ മതി. ദയവ് ചെയ്തിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെയുള്ള വാട്ടർ ബോഡികളിൽ കെട്ടി നിൽക്കുന്ന വെള്ളം, കുളവും സ്വിമ്മിംഗ് പൂളൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് കുളിക്കാതിരിക്കുക. ഇനി ഇത് ഏതു കൂടിയാണ് കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂക്കിലുള്ള ചെറിയതായിട്ടുള്ള ഞരമ്പുകളിലൂടെയാണ് ഇത് കയറി പോകുന്നത്. അപ്പോ ഇത് പ്രത്യേകിച്ചിട്ട് കൂടുതൽ കാണുന്നത് ഈ വെള്ളത്തിലൊക്കെ, കുളത്തിലൊക്കെ നമ്മൾ ചാടി തിമിർത്തൊക്കെ കുളിക്കാറില്ലേ കുട്ടികള്, അതായത് മുകളിൽ നിന്ന് ചാടുക അല്ലെങ്കിൽ അതിൽ ഭയങ്കര അഭ്യാസങ്ങളൊക്കെ കാണിക്കുക. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂക്കിലേക്ക് വെള്ളം അടിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ മൂക്കിലേക്ക് വെള്ളം കയറുമ്പോൾ ഈ മൂക്കിലത്തെ ഈ ചെറിയ ഞരമ്പുകളിലൂടെയാണ് ഇത് തലച്ചോറിലേക്ക് എത്തുന്നത്. വൺസ് ഇത് തലച്ചോറിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിന് വളരെ കൂടുതലായിട്ടുള്ള നീർവീക്കം ഉണ്ടാക്കുകയും നമുക്ക് ഫിറ്റ്സ് വരികയും കുട്ടി എന്നല്ല ആരാണെങ്കിലും സ്വയബോധം, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, സ്വയബോധം നഷ്ടപ്പെടുക, ഫിറ്റ്സ്, സീഷേഴ്സ്, അതായത് അപസ്മാരം വരിക, അങ്ങനെ തലച്ചോറിന് ഭയങ്കരമായിട്ടുള്ള നീർക്കെട്ട് വരിക. അങ്ങനെയാണ് ഫൈനലി ഇത് മരണത്തിലേക്ക് എത്തുന്നത് കേട്ടോ. കിണറ്റിലെ വെള്ളത്തിനെ പറ്റി ചോദിക്കുന്നുണ്ട്. കിണറ്റിലെ വെള്ളത്തിൽ സാധാരണ ഈ രീതിയിൽ കാണാറില്ല. കിണറ്റിലെ വെള്ളത്തിൽ കുളിച്ചതിൽ നിന്ന് ഒരു അമീബിക് എൻകെഫലൈറ്റിസ് എപ്പോഴും നമ്മൾ ഈ പറയുന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിലൊക്കെ നമ്മൾ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുമ്പോൾ അവർ ഒന്നുകിൽ എവിടെയെങ്കിലും ഈ പറയുന്ന വാട്ടർ തീം പാർക്കുകളിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരിക്കും റീസെന്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും കുളത്തിൽ പോയിട്ട് കുളിച്ചൊരു ഹിസ്റ്ററി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന സ്വിമ്മിംഗ് പൂളുകളിൽ പോയി കുളിച്ചൊരു ഹിസ്റ്ററി. അങ്ങനെയുള്ള ഹിസ്റ്ററിയാണ് സാധാരണ. കിണറ്റിലെ വെള്ളത്തിൽ നിന്ന് വന്നതായിട്ടുള്ള കേസുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തെളിവുകളോ ഇല്ല കേട്ടോ. പക്ഷെ ഇത് വെൽ വാട്ടർ എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധജലത്തിലാണ് ഇത് കാണുന്നത്. പലരുടെയും ഒരു തെറ്റിദ്ധാരണ ഇത് അശുദ്ധജലത്തിൽ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ചെളി വെള്ളത്തിലൊക്കെയാണ്. അല്ല, അങ്ങനെയല്ല, ശുദ്ധജലത്തിലാണ് ഇത് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം ശുദ്ധമായി എന്നുള്ളത് കൊണ്ട് അത് സേഫാണ് എന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോ ഇത് ഒരിക്കൽ കൂടി എല്ലാവരിലേക്കും ഒന്ന് ദയവ് ചെയ്ത് എത്തിക്കുക. കാരണം ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനെ പോയി കുളിക്കണ ഒരു ശീലമൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇങ്ങനെയൊക്കെയുള്ള ഓരോ അസുഖങ്ങൾ ഇപ്പൊ കാണുന്നു കൂടുതലായിട്ട്.
ഇതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ചികിത്സ കാര്യമായിട്ടില്ല. ഇത് വന്നു കഴിഞ്ഞാൽ ഏകദേശം മരണം സുനിശ്ചിതമാണ്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ പോയി കുളിക്കുന്നത് ഒന്ന് ഒഴിവാക്കുന്നത്. പൂളിൽ വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് നന്നായിട്ട് അതിനെ ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ ക്ലോറിനേഷൻ ചെയ്യുമ്പോഴേ ഇത്ര വെള്ളത്തിന് ഇത്ര ക്ലോറിൻ എന്നൊക്കെ കണക്കുണ്ട്. പക്ഷെ നമ്മൾ പല സ്ഥലങ്ങളിലും സ്വിമ്മിംഗ് പൂളൊക്കെ ക്ലോറിനേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ ആ കണക്ക് നോക്കിയിട്ടൊന്നും ആവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ പ്രോപ്പർ ക്ലോറിനേഷൻ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ പിന്നെയും അങ്ങ് ആ വെള്ളത്തിലും ഇത് കാണാനുള്ള സാധ്യതയുണ്ട്. സോ എന്തെങ്കിലും ഒരു ക്ലോറിനേഷൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ആ കണക്കനുസരിച്ചിട്ടുള്ള തിയററ്റിക്കലി പ്രോപ്പർ ആയിട്ടുള്ള ക്ലോറിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നശിപ്പിക്കാൻ പറ്റും. പക്ഷെ അത് അങ്ങനെ ചെയ്തോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ലല്ലോ. കുറെ നാളായിട്ട് വീഡിയോ കാണാറില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരുമാതിരി 2-3 ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ കിട്ടാഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഈ ഫേസ്ബുക്ക് മെറ്റ ആയതിനു ശേഷം പല പ്രശ്നങ്ങളുണ്ട്. കുറെ ആളുകളായി പറയുന്നു നമ്മുടെ ഇത് കാണുന്നില്ല, ലൈവ് കാണുന്നില്ല. നോക്കൂ, ഞാൻ ഒരാഴ്ചയിൽ 2 ലൈവെങ്കിലും നമ്മൾ എന്തായാലും വന്നിരിക്കും. 2-3 ദിവസം കൂടുമ്പോൾ ലൈവ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ പേജ് ഒന്ന് പോയി നോക്കി നോക്കൂ. ലൈവ് ഇപ്പൊ ലാസ്റ്റ് ലൈവ് എപ്പോഴാണ് നമ്മൾ ഇട്ടത് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇത് നോട്ടിഫിക്കേഷൻ വരാഞ്ഞിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് നിങ്ങളുടെ പ്രിഫറൻസസിലേ നോട്ടിഫൈ എന്നുള്ളതൊക്കെ ഒന്ന് പ്രിഫറൻസസിലൊക്കെ ഒന്ന് സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് ശരിയാക്കി വെക്കും കേട്ടോ. അല്ലല്ല, ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല കേട്ടോ സിന്ധു, ഇത് എല്ലായിടത്തും ഉണ്ട്. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനത്തെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മരുന്നില്ലേ ചോദിച്ചാൽ ഇതിന് മാത്രമായിട്ടൊരു മരുന്നില്ല. ഇതിന് മരുന്നുകൾ ഇനി എത്രത്തോളം മരുന്നുകൾ ഉണ്ടെങ്കിലും ഇതിന്റെ മരണ ശതമാനം, അതായത് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയും, അത് വളരെ കൂടുതലാണ്. മരണ സാധ്യത വളരെ കൂടുതലാണ്. ഓൾമോസ്റ്റ് 100% എന്ന് തന്നെ പറയാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 ആ ഒരു ടോപ്പിക് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. മാക്സിമം പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കൂ കേട്ടോ, കാണുന്നവരെല്ലാവരും. ഹായ്, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇനി അതിനെ പറ്റിയിട്ട്? ഇതിന്റെ പേര് അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് എന്നുള്ളതാണ് ഇതിന്റെ പേര്. മെനിങ്കോ എൻകെഫലൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെയും അതിനെ മെനിഞ്ചസ് എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിനെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ആവരണമുണ്ട്. അതിനെയാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. അത് അതിന്റെ ഉള്ളിലാണ് തലച്ചോറ് ഇരിക്കുന്നത്. ഇത് ഈ മെനിഞ്ചസിനെയും അണുബാധ ഉണ്ടാവും, അതിന്റെ ഉള്ളിലുള്ള തലച്ചോറിലും അണുബാധ ഉണ്ടാവും. ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ആയിട്ടും കാര്യമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇപ്പൊ എത്ര സീവിയർ കേസ് ആണെങ്കിലും എന്ത് സീരിയസ് കേസ് ആണെങ്കിലും നമ്മൾ പോയിട്ട് അഡ്മിറ്റ് ചെയ്യില്ലേ? നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി നോക്കില്ലേ? അപ്പോ ഇത് ആണോ എന്ന് ആദ്യം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ആശുപത്രി പോയി വേണ്ട ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യണ്ടേ? അപ്പോൾ ഇപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായ തലവേദന, പനി, ഛർദി, അപസ്മാരം, പരസ്പര ബന്ധമല്ലാതെ സംസാരിക്കുക, ബോധക്ഷയം, ബോധമണ്ഡലത്തിൽ മാറ്റം, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇത് ഏതൊരു മെനിങ്കോ എൻകെഫലൈറ്റിസിലും വരുന്ന ലക്ഷണങ്ങളാണ്. ഇത് അമീബ മാത്രമല്ല, ബാക്ടീരിയകൾ ഇത് ഉണ്ടാക്കാറുണ്ട്, വൈറസുകൾ ഇത് ഉണ്ടാക്കാറുണ്ട്, ഫംഗസുകൾ ഇത് ഉണ്ടാക്കാറുണ്ട്. അതായത് ഇതേ രീതിയിലുള്ള മെനിങ്കോ എൻകെഫലൈറ്റിസ്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറെ നിർബന്ധമായിട്ട് ഇത് പോയി കാണിക്കുക തന്നെ വേണം. അപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കൂടുതൽ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കാരണം ഇതാണ് എന്നുള്ളത് മനസ്സിലാവുക. അപ്പൊ തലച്ചോറിൽ അണുബാധ ഉണ്ടാക്കുന്നത് അമീബ മാത്രമല്ല, ഇത് വളരെ റെയർ ആയിട്ടാണ് അമീബ ഉണ്ടാക്കുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത് ബാക്ടീരിയകളും വൈറസുകളുമാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പേഷ്യന്റിനെ രക്ഷപ്പെടുത്തി എടുക്കാനും സാധിക്കും. സോ നമ്മൾ ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതല്ല, എന്തായാലും ആശുപത്രിയിൽ പോകണം, വേണ്ട ടെസ്റ്റുകൾ ചെയ്യണം, അഡ്മിറ്റ് ആവണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒഴുകുന്ന വെള്ളത്തിൽ കുറവാണ് സുനിത. ഒഴുകുന്ന വെള്ളത്തിൽ ഇത് കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ് ഉണ്ടാവുന്നത്. യെസ്, ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇതിനെ പറ്റിയിട്ട്? അമീബിക് എൻകെഫലൈറ്റിസ്. ഇപ്പൊ ഇന്നും ഒരു കുട്ടി മരണപ്പെട്ടു എന്ന് ഞാനൊരു വാർത്ത വായിച്ച പോലെ എനിക്ക് തോന്നി. നിങ്ങൾ കണ്ടിരുന്നു ആ വാർത്ത? ക്ലോറിന്റെ അളവ് കൂടിയാൽ കുഴപ്പമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ കണക്കുണ്ട്. ഇത്ര വെള്ളത്തിന് ഇത്ര ക്ലോറിൻ എന്നുള്ള കണക്ക് വെച്ചിട്ടാണ് ക്ലോറിനേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യതയില്ല, നോർമലി ഇല്ല. കുളത്തിൽ കുളിക്കാൻ പോകാറുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് ഒഴിവാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊറോണയ്ക്കും നിപ്പയ്ക്കും ഡെങ്കിക്കും ഇപ്പോൾ ഇതിനും മരുന്നില്ല. എന്നിട്ട് കൊറോണ ബാധിച്ച എല്ലാവരും മരിച്ചോ ചേട്ടാ? നിപ്പ ബാധിച്ച, ഡെങ്കി ബാധിച്ച എല്ലാവരും മരിക്കുന്നുണ്ടോ? ഇവരെയൊക്കെ 99% ആളുകളെയും നമ്മൾ രക്ഷപ്പെടുത്തി എടുക്കുന്നില്ലേ? അപ്പൊ അതിന് മരുന്നുണ്ടോ മരുന്നില്ലേ എന്നുള്ളതല്ല. ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന മരുന്ന് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് കൂടിയാണ്. ഡെങ്കിപ്പനിക്ക് എന്ന് പറഞ്ഞിട്ടൊരു മരുന്നില്ല, പക്ഷെ ഡെങ്കിപ്പനി ബാധിച്ച എത്രയോ പേരെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നില്ലേ?
ഡെങ്കി മരണങ്ങളൊക്കെ ഇന്ന് എത്ര കുറവാണ്. അപ്പോൾ മരുന്നുണ്ടോ മരുന്നില്ല എന്നുള്ളതല്ല, നമുക്ക് ചികിത്സയുണ്ടോ, അതായത് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ്. ഇതിനൊക്കെ നമുക്ക് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ്. നമുക്ക് ഗ്ലൂക്കോസ് കയറ്റേണ്ടതായിട്ട് വരും, പ്ലേറ്റ്ലെറ്റ് നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇരുന്നിങ്ങനെ കുറ്റം പറയുകയല്ല, നമ്മൾ മെഡിസിന്റെ ഗുണങ്ങളെ പറ്റിയിട്ടാണ് കൂടുതലും നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു അസുഖമാണെങ്കിലും പരമാവധി നമ്മൾ പറയുന്നത്, ഇത് ഒരു അസുഖം ബാധിച്ച, അപ്പൊ റേബീസ് ബാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫെറ്റാലിറ്റി റേറ്റ് നമുക്ക് അറിയില്ലേ. റേബീസ് ബാധിച്ചാൽ നമുക്ക് മരണം ഓൾമോസ്റ്റ് സുനിശ്ചിതമാണ്. അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള നമ്മൾ വാക്സിനും കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത്, നിങ്ങൾ അങ്ങനെ ഒരു നായോ പട്ടിയോ പൂച്ചയോ ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോയിട്ട് വാക്സിനും കാര്യങ്ങളും എടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ. രോഗലക്ഷണങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഷൈല കേട്ടോ. വാക്സിനേഷൻ ഇല്ല കേട്ടോ ആൻഡോ, വാക്സിനേഷൻ ഇല്ല. വെള്ളം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഇതിൽ അമീബയുടെ സാന്നിധ്യം നമുക്ക് അറിയാൻ സാധ്യതയില്ല അനിത. ഇതിനെ കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈനൽ ഫ്ലൂയിഡ്, അതായത് നമ്മുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ നട്ടലിൽ നിന്ന് നീര് കുത്തിയെടുത്തിട്ട്, നമ്മുടെ തലച്ചോറിലൊക്കെ ഉള്ള ഒരു ഫ്ലൂയിഡ് ആണത്, അത് നമ്മുടെ നട്ടലിലൂടെ താഴത്തേക്ക് ഒഴുകുന്നുണ്ട്. അപ്പൊ ആ ഫ്ലൂയിഡ് കുത്തിയെടുത്തിട്ട് അതിൽ സ്പെസിഫിക് ആയിട്ട് ഈ അമീബ ഉണ്ടോ എന്നുള്ള ടെസ്റ്റിന് വിടുമ്പോഴാണ് നമുക്കിത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ പറ്റുന്നത്. ഓക്കെ, കാര്യം ഇത് കുട്ടികളാണ് ഏറ്റവും കൂടുതലായിട്ട് അഫക്റ്റഡ് ആയിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോക്ക് തന്നെ ചെയ്യാന്ന് വിചാരിച്ചത്. കാരണം കുട്ടികളായിരിക്കും എപ്പോഴും ഈ കുളത്തിലൊക്കെ പോയിട്ട് അല്ലെ തിമിർത്ത് മതിച്ചൊക്കെ കളിക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ കുട്ടികളെയാണ് പലപ്പോഴും സ്വിമ്മിംഗ് പൂളിലൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ സ്വിമ്മിംഗ് പഠിക്കാനും അതിനും ഇതിനൊക്കെ. അപ്പൊ കുട്ടികളാണ് അധികവും മരണപ്പെടുന്നത്. അപ്പൊ അതും വളരെ ഒരു സങ്കടമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർന്നു വിചാരിക്കുന്നു. കാണുന്ന എല്ലാവരും മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോ ഡോക്ടറുടെ ലൈവ് കാണില്ല എന്ന് പറഞ്ഞവരടുത്താണ് ഞാൻ നമുക്ക് ആഴ്ചയിൽ 2 ലൈവുകൾ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോ സെറ്റിംഗ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ ഈ മെറ്റ ആയതിനു ശേഷം കുറെ പേര് ഒരു കംപ്ലൈന്റ് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻസ് സെറ്റിംഗ്സ് എല്ലാവരും ഒന്നുകൂടി നോക്കുക. അത് എന്താ പറയാ, അത് ആ ഒരു ടിക്ക് ചിലപ്പോൾ മാറ്റിയിടേണ്ടി വരും. ലൈക് പ്രിഫർ എന്നുള്ള ടിക്കൊക്കെ മാറ്റിയിടേണ്ടി വരും. അതൊക്കെ കറക്റ്റ് അല്ലേ കിടക്കണം എന്ന് എല്ലാവരും ഒന്ന് നോക്കൂ കേട്ടോ. നമ്മുടെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് വരുന്നില്ല എന്നുള്ളത്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.